സംസ്ഥാനത്ത് UDF മികച്ച വിജയം നേടുമെന്ന് JRP നേതാവ് CK ജാനു. ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് UDFന് വലിയ പിന്തുണ കിട്ടി. CPM കോട്ടയായി അറിയപ്പെടുന്ന തിരുനെല്ലി പഞ്ചായത്തിൽ അടക്കം ഇത്തവണ വലിയ മാറ്റമുണ്ടാകുമെന്നും CK ജാനു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ ബ്രേക്കിംഗ് അവേഴ്സ് പൂർണ്ണമാവുന്നു. ഇനി വാർത്തകൾ ഇതുവരെയുമായി മോത്തി രാജേഷ്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് CK ജാനു UDFന്റെ ഭാഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആദ്യമായാണ് കേരളത്തിലെ ഈ രണ്ട് പ്രധാന മുന്നണികളിൽ ഒന്നിൻ്റെ ഭാഗമായി CK ജാനു മുഖ്യധാര രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടുന്നത്. എന്താണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവം? ഇതുവരെ ഉണ്ടായതിനെക്കാട്ടൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്രാവശ്യം വളരെ സജീവമായിട്ട് നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും അത് നടന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇപ്പോൾ JRPയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാ ജില്ലകളിലും തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ഷനോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. UDFന് വേണ്ടി വളരെ സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് പല സ്ഥലങ്ങളിലും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഭവം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ നമ്മളെയൊക്കെ ഫോൺ വിളിച്ചു. ഇപ്പോൾ അവർ ഇടപെട്ടിട്ടുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അങ്ങനെയാണ് എന്നുള്ളത് മൊത്തം ആളുകൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഒരുപാട് സമയം ഓരോ പ്രദേശത്തുള്ള ആളുകളുടെ ഫോൺ കോളുമായിട്ട് വളരെ സജീവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ സാധ്യത തന്നെയാണ് കാണുന്നത്. UDFന്റെ സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. സാധ്യതയല്ല, UDF തന്നെ വരും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കൊക്കെ ശരിക്കും ഉള്ളത്. ഇപ്പോൾ ഈ തിരുനെല്ലി പഞ്ചായത്തിൽ പോലും വലിയ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിൽ പോലും, പഞ്ചായത്ത് എന്ന് പറയുന്നത് CPMന്റെ ഒരു ഉറച്ച കോട്ടയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. ഉറച്ച കോട്ടയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടുന്ന് പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ കൂടെ എന്തായാലും ഈ പറയുന്ന ഒരു വലിയ ഒരു വിജയത്തിലേക്ക് 100 സീറ്റിലേക്കൊക്കെ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ആ രീതിയിലേക്ക് വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ ആളുകൾ ഓരോ മണ്ഡലത്തിലും അവിടുത്തെ പര്യടനം കഴിയുമ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ആളുകൾ ഇങ്ങോട്ട് പറയുന്നത്. ആദിവാസി മേഖല എന്നൊക്കെ കൂടുതൽ പിന്തുണ കിട്ടുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ആദിവാസി ദളിത് മേഖലയിൽ നിന്ന് ഒരു നല്ല പിന്തുണ ഇപ്രാവശ്യം UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും JRP നേതാവ് CK ജാനു ഇത്തവണ UDFന് വേണ്ടി സജീവമായിരുന്നു. വയനാട്ടിലെ മണ്ഡലങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലുമൊക്കെ UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ആദിവാസി ദളിത് മേഖലകളിൽ നിന്ന് UDFന് വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നാണ് CK ജാനു പറയുന്നത്.